ഹലോ, എല്ലാവർക്കും നമസ്കാരം. ന്യൂസിലൻഡിൽ മരുഭൂമിയുണ്ടോ? ന്യൂസിലൻഡ് മൊത്തം പച്ചപ്പല്ലേ? ഇവിടെ ഹരിതാഭയും പച്ചപ്പും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ കാണുന്നത് ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ ഒരു മരുപ്രദേശമാണ്, അല്ലെങ്കിൽ മണൽക്കൂനയാണ് എന്ന് പറയാം. കേപ്പ് റേങ്കയ്ക്ക് അടുത്തായിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന കേപ്പ് റേങ്കയിലെ കടൽ തീരമാണ്. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന വളരെ വിശാലമായ ഒരു മണൽ പരപ്പ്, കടലിനോട് ചേർന്ന് കിടക്കുന്ന വെറും ഒരു മണൽക്കൂന മാത്രമല്ല, വലിയൊരു മരുപ്രദേശം തന്നെയാണ് ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ളത്. അവിടേക്കുള്ള ഞങ്ങളുടെ യാത്രയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഉറപ്പായിട്ട് വരും. ഓ ഹോയ്. ആണോ? കണ്ടോ, ഇതുപോലത്തെ ഒരെണ്ണം പുതിയത് മേടിക്കാൻ $30 ഉള്ളൂ. ഞങ്ങൾ പക്ഷെ $15 കൊടുത്ത് വാടകയ്ക്ക് കൊടുത്ത് 1 മണിക്കൂർ നേരത്തേക്ക് എടുത്തിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട്? ഇല്ല, നീ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരു പുല്ലിൻ്റെ അകത്തൂടെ, നാട്ടിലൊക്കെ തെരുവ പുല്ലൊക്കെ പോലത്തെ ഒരു പുല്ലിൻ്റെ അകത്തൂടെയാണ് നമ്മൾ ഈ സാൻഡ് ഡ്യൂൺസിലേക്ക് കയറുന്നത് കേട്ടോ. ഹലോ, നമസ്കാരം. നമ്മളെല്ലാവരും സാൻഡ് ഡ്യൂൺസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് അവിടെ കണ്ടിരുന്ന പോലത്തെ തന്നെ സാൻഡ് ഡ്യൂൺസ്, ഏക്കർ കണക്കിന്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത്, അപ്പുറത്തെ സൈഡ് ഇതിൻ്റെ കടലാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ സാൻഡ് ഡ്യൂൺസ് കണ്ടോ. പക്ഷേ ഇവിടെ വാഹനങ്ങൾക്ക്, ഇപ്പം നമ്മളവിടെ ഗൾഫിലൊക്കെ ലാൻഡ് ക്രൂസറും വണ്ടികളൊക്കെ കണ്ടിരുന്നെങ്കിലും ഇവിടെ അതിനൊന്നും പ്രവേശനമില്ല. ഇവിടെ നടന്നു പോകാനും സ്ലൈഡിങ്ങിന് മാത്രമേ ഇവിടെ അനുവാദമുള്ളൂ. ഇറങ്ങി രണ്ടുപേരും ഇറങ്ങി. കണ്ടോ, നിങ്ങൾക്ക് കാണാം. ഇത് ക്യാമറയിൽ കാണുമ്പോൾ എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ ദിസ് ഈസ് ഹ്യൂജ്. ഓ, എല്ലാവർക്കും കാണാവോ? സാൻഡ് ഡ്യൂൺസ്, ന്യൂസിലൻഡിലെ സാൻഡ് ഡ്യൂൺസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റ് വീശുന്നുണ്ട്. പക്ഷേ ഇത് ഗൾഫിലൊക്കെ ഉള്ള പോലത്തെ സാൻഡ് ഡ്യൂൺസ് തന്നെയാണ്. പക്ഷേ മണൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടെ നൈസ് മണലാണ്. നമ്മുടെ പുഴ മണലൊക്കെ പോലത്തെ, പുഴയിലെ പൂഴി അല്ലെ മണലൊക്കെ പോലത്തെ പൂഴി മണലാണ്. ഇതാ രണ്ട് വ്യക്തികൾ, ഒരു കുഞ്ഞാളും ഒരു വലിയ ആളും വരിക. ഇടയ്ക്ക് സ്ട്രക്കായി പോയി.
ഓ അങ്ങനെ മടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വിശ്രമിക്കാനുള്ള ഓരോ പുല്ലിന്റെ ചുവടുകളുണ്ട്. മാഡം മടുത്തു പോയോ? അങ്ങനെ എല്ലാവരും കുറച്ച് സമയം ഇവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. ആക്സിഡന്റ് ഗെറ്റ് അപ്പ്. Yes, you did it. കിട്ടി. ഇതാ നാട്ടിൽ പശുവിനെയൊക്കെ പുഴയെ കൊണ്ടേ കുളിപ്പിക്കുന്ന പോലെ ഓരോരുത്തരെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാ. അങ്ങനെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും എല്ലാവർക്കും വണക്കം. ബൈ ബൈ.